ഹലോ ഗൈസ്, വെൽക്കം ടു കപ്പിൾ. ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് റാസൽ ഗെയിമേലുള്ള ഒരു ഹോസ്പിറ്റൽ കേസ് ആണെന്ന് അവിടെ പോവാണ്. അപ്പൊ എനിക്ക് എന്ത് സംഭവിച്ചു, കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുകളിലാണ്. അപ്പോ എന്തിനാണ് പോണത്, എന്താണ് എന്റെ പ്രശ്നം, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗില്. കൂടെ ഇന്ന് നമ്മളെ റിയാസ് ബ്രോ ഉണ്ട്, നമ്മളെ ക്യാമറാമാൻ. ഓനിക്ക് അവന്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്, കുറെ ദിവസം അങ്ങോട്ട് പറഞ്ഞിട്ട്. അപ്പൊ എന്നാ അവനെയും കൂട്ടി അവനക്കൊരു ഹെൽപ്പ് ആവും, ഞങ്ങളെ കൂടെ വന്നാല് അവന്റെ ഫ്രണ്ടിനെ കാണാം. അപ്പൊ രണ്ടും നടക്കട്ടെ. അപ്പൊ അവനെടുക്കാനാണ് ഇപ്പൊ നമ്മൾ പോണത്. അവിടെ നേരെ റാസൽ ഗെയിം NMC-ല്. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ ഒരു വീഡിയോ അടിപൊളി റിയാസിന്റെ വക ഇറക്കുന്നതായിരിക്കും ഞങ്ങൾ നമുക്ക് എടുക്കാം, സെറ്റ് ആക്കാൻ. റിയാസിന്റെ അടുത്ത് ലവ് സ്റ്റോറി വരും, ആൽബം വരും, പലതും. വെയിറ്റ് ചെയ്യ, എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അതിനുള്ള മേക്കിങ്ങിലാണ് പല കാര്യങ്ങളും. നമ്മളെ കണ്ണുകൊണ്ടെന്നുള്ള വീഡിയോ സെറ്റ് ചെയ്ത് തന്നിട്ട് എല്ലാവർക്കും ഇഷ്ടായി, ഞങ്ങൾക്കും ഇഷ്ടായി. അപ്പൊ ഇനി ഞങ്ങൾ റാസൽ ഗെയിമേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങള് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ പോവാൻ നിക്കാണ്. അതെ, ഞങ്ങള് റിയാസിനെ എടുത്തതിന് ശേഷം ഞങ്ങള് ചായ കുടിച്ച്, പഴംപൊരി ചായ. അപ്പൊ റിയാസ് ബാക്കിലുണ്ട്. ആദ്യം നമ്മള് ഓന്റെ ഫ്രണ്ടിന്റെ അവിടെ ആക്കി കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ഗൈസ്, റാസൽ ഗെയിം നെസ്റ്റോ ഞങ്ങൾ തൊട്ടടുത്ത്. ഇവിടെ ലവ് സ്റ്റോറി പറഞ്ഞോണ്ടിരിക്കാണ്. റിയാസിനെ എളുപ്പല്ല, സീനാണ്, വെറുപ്പിച്ചോണ്ടിരിക്കുകയാണ്. റിയാസ് ക്യൂരിയോസിറ്റി ഇരിക്കണം. ഓരോ കഥകള് അവിടുന്ന് ഇവിടെ നിന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് NMC-ൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തി. അപ്പോ നമുക്ക് ഇവിടെ പോയി ഡോക്ടറെ കണ്ട് കുറച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ട്. പിന്നെ നമ്മള് റിയാസിന്റെ ഇക്കാർഡ് എടുത്ത് വിട്ടുകൊടുത്ത് ഇനി പോകുമ്പോ നമ്മൾ എടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ഡോക്ടറെ കാണാനുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമ്മൾ വിശദമായിട്ട് ഇവിടുത്തെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് പറയാം. ആദ്യം വണ്ടി പാർക്ക് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ടോക്കൺ എടുക്കാൻ പോവാണ്. ഗൈസ്, ഇവിടെ ഫ്രീ ആയിട്ടൊരു ഈത്തപ്പഴം കിട്ടും. അത് എടുത്തോണ്ടാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല, തെറ്റിയിട്ടിരിക്കാം. ഇതിനെ എവിടെ കൊടുത്തിട്ട് ഒരു ഉപകാരവും ഇല്ല, ഒരു കാര്യമില്ല ഇതിനെ കൊണ്ട്. ഈത്തപ്പഴം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയാൻ ഞാൻ എടുത്തില്ല. ഗൈസ്, ഇവിടെ ഇരുന്നിട്ട് വരുന്നവരും പോണവരും ഒക്കെ കളിയാക്കി ചിരിക്കുക. അവരെ വയറും ഡ്രസ്സിങ്ങും ഒക്കെ പറഞ്ഞിട്ട് വല്ലാത്ത കഥ തന്നെയാണ്, എളുപ്പല്ല. അങ്ങനെ BP നോക്കാൻ ഇരുത്തിരിക്കാണ് ഫിറോനെ. BP കൂടുതലത്ര. ഫൈനലി ഞങ്ങൾക്ക് ഈത്തപ്പഴം കിട്ടി. ഞങ്ങള് കണ്ടെത്തി പിടിച്ച്, അതിനാണ് ഹോസ്പിറ്റലിൽ വരണേ. അപ്പോ സംഭവം എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറയാം. എന്താ, റിപ്പോർട്ടൊക്കെ കിട്ടി. ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാണ്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറുകയാണ്. കാരണം ഇവിടെ റാസൽ ഗെയിം ആയതുകൊണ്ട് നമുക്ക് ഇനി ഫിസിയോതെറാപ്പിയാണ് പറഞ്ഞിട്ടില്ല. ഒരു 10 സെക്ഷനോ എത്രയാണോ കിട്ടുന്നത് അത്ര ഇൻഷുറൻസിൽ കിട്ടുന്ന പോലെ. അതെ, അപ്പൊ ഞാന് അതെ, അപ്പൊ ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോ പരിക്ക് പറ്റി, ലിഗമെന്റിന്റെ ചെറിയൊരു കംപ്ലൈന്റ് വന്ന് ഇവിടുന്ന് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെയാണ് അവസാനമായിട്ട് അവർ പറയുന്നത്. പക്ഷെ ഇല്ലാണ്ട് ചെയ്തിട്ട് ഓക്കെ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ. പക്ഷെ പൊട്ടിയിട്ടില്ല. അപ്പൊ നല്ല പെയിനും ഇരിക്കാനും ഒന്നിനും പറ്റില്ല. എനിക്ക് കാലും മടങ്ങൂല്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോ ഓർമ്മയില്ലാതെ കാലിന് കൂടുതൽ പ്രഷർ കൊടുത്താണ്ട് ഞാൻ കുഴഞ്ഞു വീഴും. ഓട്ടോമാറ്റിക് ഞാൻ വീഴും, അല്ല മക്കൾ വീണ പോലെ എന്റെ കാലിന് ബാലൻസ് കിട്ടൂല, ഞാൻ വീഴും. ഓട്ടോമാറ്റിക് എന്തായാലും വീഴും. ഞാനവിടെ സൈറ്റിലൊക്കെ വീണുണ്ട്, കോമഡിയാണ്. അവൻ അറിയാണ്ട് ആ കാല് വെച്ച് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഴും. അതെ. അപ്പൊ അതാണ് നമ്മളെ ഇപ്പൊ എന്റെ കംപ്ലൈന്റ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് റാസൽ ഗെയിമേക്ക് നമുക്ക് വരുമ്പോ കുറച്ച് അതെ വണ്ടിയൊക്കെ എടുത്ത് വരുമ്പോ ജേറുണ്ട്, അവിടെ നമുക്ക് ബസ്സിന് പോവാന്നും കൂടി.
പിന്നെ യൂറോപ്യൻസിന്റെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഫിസിയോ ഉണ്ട് അവിടെ എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ സ്പോർട്സ് പരമായിട്ടുള്ള അപ്പൊ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ നല്ല ഡോക്ടറാണ് കാർത്തിക് മോഹൻ. അപ്പൊ സാറ് അങ്ങനെ എനിക്ക് ഓക്കെ എന്നാ അവിടെ ചെയ്തിട്ട് അവിടെ ബെറ്റർ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ പേപ്പേഴ്സൊക്കെ തന്ന് ഫുൾ കാര്യങ്ങളൊക്കെ തന്ന്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് NMC-യുമായി വിട പറയണ തൽക്കാലത്തിന്. ഇപ്പൊ എന്തായാലും ഇത് മാറട്ടെ. ഇനി ഇതിന്റെ അതെ ഇനി ഇതിന്റെ പിന്നാലാണ് സത്യം പറഞ്ഞാൽ കുറച്ച് കാലം ഇനി കളിയും കാര്യങ്ങളും ഒന്നുമില്ല, റെസ്റ്റ്. അപ്പൊ ഇവൾക്ക് സമാധാനം ഉണ്ടാവുക വേറെ കാര്യം. പക്ഷെ അതെ 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 തീർച്ചയായും കളിക്കാനൊന്നും പോയില്ലെങ്കിൽ ഒരു ഭയങ്കര ഇറിറ്റേഷനാണ്. എളുപ്പമല്ല തീർച്ചയായും പോവാതിരിക്കുന്നതിനോട് ഞാൻ യോജിപ്പൊന്നുമില്ല. ഇപ്പൊ എന്തായാലും റെസ്റ്റ് എടുക്കണം, എന്നാലല്ലേ പിന്നെ നമുക്ക് കളിക്കാൻ പറ്റും. അപ്പൊ ഇതിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭർത്താവിന്റെ സന്തോഷങ്ങളും ചിന്തിക്കുന്ന ഒരു വൈഫാണ് എന്നാണ്. അത് ഇതിനു വേണ്ടി പറയൊന്നുമില്ലല്ലോ. വരലുണ്ട് കേട്ടോ അവിടെ എല്ലാ ഗ്രൗണ്ടുകളിലും എന്റെ കൂടെ വരലുണ്ട്. ഇവളാണ് എന്റെ കൂടെ വരുന്ന ഫ്രണ്ട് എന്തിനും. പിന്നെ ഇക്കാക്കൊരു ഇത് കിട്ടുമല്ലോ, മൈൻഡ് ഫ്രീ ആവും. ഇപ്പൊ എന്തെങ്കിലും ടെൻഷൻ വന്നാലും കളിക്കാൻ പോയൊക്കെ ഹാപ്പിയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു സാധനം സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇക്ക മെന്റലി ഡൗൺ ആവും എനിക്കറിയാം. തീർച്ചയായും വളരെ പോയിന്റ് ആണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും മെന്റലി ഡൗൺ ആയിരിക്കുക ആർക്കാണ് ഇഷ്ടം ഉണ്ടാവുക, ഭർത്താവ് ഹാപ്പി ആയിട്ടിരിക്കുന്ന. അപ്പൊ ഇതായിരുന്നു നമ്മളെ വിഷയം. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെ ആയിരുന്നു. അപ്പൊ ഇനി അവിടെ പോയിട്ട് പൂജാറയിൽ നമുക്ക് ഇതൊക്കെ അപ്രൂവലായി കിട്ടണം. അതെ അതെ മാറട്ടെ. അപ്പൊ എല്ലാരും ദുആയിൽ ഉൾപ്പെടുത്തുക നമുക്ക്. ഇനിയിപ്പോ പ്രത്യേകിച്ച് നമ്മളെ വ്ളോഗില് റിയാസിന്റെ അടുത്ത് പോകുന്നു ജസ്റ്റ് നമ്മള് അതല്ല വീഡിയോ അതെ അതെ അതെന്തായാലും ചെയ്യും. റിയാസിന്റെ അടുത്തേക്ക് പോവാണ്. കൊറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മളെ ഇക്കാടെ അടുത്ത്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് എടുത്തിട്ട് അങ്ങനെ നമുക്ക് ദിബൽക്ക് പോകണം. നാളെ ഡ്യൂട്ടി ഉള്ളതാണ്. അപ്പൊ നമുക്ക് പോണ വിശേഷങ്ങള് ഓക്കെ. അങ്ങനെ ഞങ്ങൾ ചെറുതായി ഒന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ സഫാരി മാളിലാണ്. അതെ പുതിയതായി തുടങ്ങിയ നമ്മളെ അബുക്കാടെ സഫാരി മാള് സാസൽ ഗെയിമല്ലേ. അപ്പൊ അവിടുന്ന് ആയിക്കോട്ടെ വിചാരിച്ചു. നല്ല മുഞ്ചുള്ള ഫുഡൊക്കെ ഉണ്ട്. അങ്ങനെ ട്രൈ ഓരോ മോഡല്. അങ്ങനെ ഗൈസ് നമ്മള് സഫാരി മാളിന്റെ ഏറ്റവും മേലേക്ക് വന്നിട്ട് ഇവിടെ ഇരുന്ന് അടിക്കാനുള്ള പരിപാടിയാണ്. ഇതാ മറ്റാള് സെറ്റായി കപ്പനെടുത്തുള്ള കപ്പ. ഞാനാണെങ്കിൽ പിന്നെ എന്നും ബിരിയാണിയുടെ ആളാണ്. പിന്നെ നല്ല ബീഫ് ഡ്രൈ ഫ്രൈ പിന്നെ ചിക്കനും കപ്പനും എടുത്തുള്ളത്. ഫേവറേറ്റ് ആണ് അവൻ്റെ. ഇവിടെ ഫേവറേറ്റ് ആണ്. എന്താ പാട് ഫേവറേറ്റ് സെറ്റാ? ചൂട് കുറവാണല്ലേ? അപ്പൊ ഞാൻ അത് താഴത്തേക്ക് പോണല്ലോ. നമ്മുടെ ഒപ്പാക്കാണ്ടി കാത്ത് അറ്റാക്ക് ചെയ്യാൻ ഞാൻ എൻ്റെ ബിരിയാണി ഇതാ. ഞാൻ പിന്നെ എവിടെ പോയാലും ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യും. ഇത് ഹൈദരാബാദി ചിക്കനാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. അവള് കൊണ്ടുപോയി ചൂടാക്കി കൊടുന്ന് ഇനി ആവുള്ളൂ. അതെ ഗുപ്തന്റെ കൂടെ കൂടിയിട്ടാ ടേസ്റ്റായാ പൊള്ളിയില്ലേ? കണ്ണീന്നൊക്കെ വെള്ളം വന്നു. അപ്പൊ ഞാനെൻ്റെ ബിരിയാണിയിൽ നിന്ന് കുറച്ച് കൊടുക്കുകയാണ്. അങ്ങനെയാണ് അവൾക്ക് എല്ലാം ടേസ്റ്റ് നോക്കണം. ബിരിയാണി കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അങ്ങനല്ല ഞാൻ കൊടുക്കും.